ഏതായാലും അദ്ദേഹത്തിനെതിരെയുള്ള ഒരു അന്വേഷണം ഇപ്പം നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. RSSൻ്റെ ഭാഗത്തുനിന്ന് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഇങ്ങനൊരു സ്വകാര്യ സംഭാഷണത്തിന് പതിവാണ്, സംഘത്തിൻ്റെ മുതിർന്ന അധികാരികളെ കാണാൻ വരുന്നത് പതിവാണ്. അപ്പോൾ പല ആൾക്കാരും വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വന്നൊന്ന് കണ്ടു, പരിചയപ്പെട്ടു, തിരിച്ചുപോയി, അത്രയേ ഉള്ളൂ. അതിനപ്പുറം വേറെ യാതൊരു വിധത്തിലുള്ള ചർച്ചകളോ സംഭാഷണങ്ങളോ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. സ്വകാര്യ വാഹനം അദ്ദേഹം അത്രയേ ഉള്ളൂ, അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഇറ്റ് ഈസ് ഇൻ ദി ആഫ്റ്റർ ദി ഓഫീസ് അവേഴ്സ്. എന്നെ ഇതുവരെ അങ്ങനെ യാതൊരു വിധത്തിലുള്ള അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഒന്നിലും തന്നെ എനിക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടില്ല ഇതുവരെ. ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ അടക്കമുള്ള മുതിർന്ന സിവിൽ സർവീസുകാരെല്ലാം തന്നെ RSSൻ്റെ നേതാക്കളെ കാണാറുണ്ട്. അത് അവരുടെ സ്വകാര്യ സംഭാഷണമാണ്. അക്കാര്യത്തിൽ പരിചയപ്പെടലും അത് അവർക്കും അവരുടെ ഓഫീസ് നിർവഹണത്തിന് അത് ഉപയോഗപ്പെടും. അതിനപ്പുറമായിട്ടൊന്നും. ADGP പ്രധാനമായിട്ടും വന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിക്കാനായിരുന്നു എന്നുള്ള ഒരു വർത്തമാനം അതല്ലാന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനപ്പുറം വേറെ ഒന്നുമില്ല. അല്ല, ഒരർത്ഥമില്ല എന്നുള്ളത് ഇത് പറഞ്ഞല്ലോ. ഇനി ഏതെങ്കിലും ചർച്ച ഇത് വരട്ടെ, DGPയുടെ റിപ്പോർട്ട് വരട്ടെ. ആവശ്യപ്പെട്ട DGP റിപ്പോർട്ടായിട്ട് സഹകരിക്കും, അങ്ങനെയാണോ? കിട്ടട്ടെ, എനിക്കൊന്നും കിട്ടിയിട്ടില്ല. എന്തെങ്കിലും കിട്ടിയാലല്ലേ പറ്റോ, ഒന്നും ലഭിച്ചിട്ടില്ല. ഓക്കെ, താങ്ക് യു. RSS നേതാക്കളുമായി ADGP കൂടിക്കാഴ്ച നടത്തിയതിലാണ് ജയകുമാറിന്റെ പ്രതികരണം വന്നത്. അത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ സ്വാഭാവികമാണ്, അതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല. പ്രത്യേക രാഷ്ട്രീയമായ ചർച്ചകളും അതിലില്ല. വ്യക്തിപരമായ കൂടിക്കാഴ്ച എന്നതാണ് ഇപ്പോൾ RSS നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം, അല്ലെങ്കിൽ ജയകുമാറിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു പ്രതികരണമായി ഇപ്പോൾ ഈ ADGPയുടെ RSS നേതാക്കൾ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരിക്കുന്ന പ്രതികരണം. ആ വിവാദവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. മുഖ്യമന്ത്രിക്ക് മേൽ ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഉള്ള ആരോപണങ്ങൾ, അതുമായി ബന്ധപ്പെട്ടൊന്നും തന്നെ അറിയില്ല. ആ റിപ്പോർട്ടും താൻ കണ്ടിട്ടില്ല. കൂടിക്കാഴ്ച തികച്ചും വ്യക്തിപരമെന്ന് RSSും പറയുന്നു.